സെന്റർ എന്ന സ്ഥാപനം നടത്തിവരുന്ന ജ്യോതിഷ പണ്ഡിതനായ ശ്രീ പി ഗംഗാധരൻ നമ്പ്യാർ സാർ വിളിച്ച വേദാന്ത ജ്യോതിഷം എന്ന ജ്യോതിഷ പഠന സ്ഥാനത്തെ ശിഷ്യരുടെ കൂട്ടായ്മ പ്രകാശനം ചെയ്യുന്ന ഈ ചടങ്ങിലേക്ക് ബഹുമാനരായ എല്ലാ വ്യക്തികളെയും ശിഷ്യരെയും ഹാർദമായി ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നത് കെ കെ പ്രദീപ് അവർക്കാണ്. അദ്ദേഹം നമ്മുടെ ഈ നഗരസഭയുടെ വൈസ് ചെയർമാനാണ്. അദ്ദേഹത്തെ അധ്യക്ഷ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുക. ഇന്നത്തെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന നമ്മുടെ വിശിഷ്ട അതിഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, കാലടി ശ്രീ ചക്രാചാര്യ സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുൻ ചെയർമാൻ. നമ്മുടെ എല്ലാമായ ഞങ്ങളുടെ ഗുരുനാഥൻ നമ്പ്യാർ സാറിനെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗുരുനാഥൻ രചിച്ച ഈ പുസ്തകത്തെ നമ്മളിലേക്ക് പരിചയപ്പെടുത്തുന്നത് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ജെ പി മേനോൻ സാർ അവർക്കാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ചടങ്ങിലേക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ശ്രീ വിനോദ് കരികരൻ നായരാണ്. അസ്ട്രോവിഷന്റെ ചെയർമാനാണ് അദ്ദേഹം. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഗുരുനാഥൻ രചിച്ച ഈ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും ആദ്യത്തെ ശിഷ്യനായ ശ്രീ പ്രകാശൻ പി പ്രകാശൻ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. അടുത്തതായി നമ്മുടെ ഈ ചടങ്ങിലേക്ക് ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അസ്ട്രോവിഷന്റെ ഡയറക്ടർ ശ്രീ പി വി രവീന്ദ്രൻ സാറിനെ ക്ഷണിച്ചു. നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ആര്യ വിദ്യാനന്ദൻ ആശംസാ പ്രസംഗത്തിന് വേണ്ടിയിട്ടാണ് വേദിയിലേക്ക് എം ഡി ശ്രീ അർജുൻ സാറ് മുൻപിലേക്ക് വന്ന് ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. ജ്യോതിഷ പണ്ഡിതനായ ശ്രീ ഗംഗാധരൻ നമ്പ്യാർ സാർ വേദാന്ത ജ്യോതിഷ പഠന സാർ വിശിഷ്ട പ്രകാശനം ചെയ്യുന്ന ഈ ചടങ്ങിലേക്ക് ബഹുമാനരായ എല്ലാ വിശിഷ്ടരെയും ശിഷ്യരെയും ഹാർദമായി ക്ഷണിക്കുന്നു. ഈ മംഗളകർമ്മം ഈശ്വര പ്രാർത്ഥന ആരംഭിക്കാം. അതിനായി നമ്പ്യാർ സാറിന്റെ ശിഷ്യയായ ശ്രീമതി ഗോമതി മഹാദേവനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശുക്രസുഖം ശംശരി രാഹുർബാഹുബലം കരോതി വിപുലം കേതുകുലസ്യോന്നതിം നിത്യം പ്രീതികരാ ഭവന്തി ഭവതാം സർവേ പ്രസന്നാഗ്രഹാ. സ്വാഗതം പറയുന്നതിനായി ഈ പുസ്തകത്തിന്റെ പ്രിന്റിംഗിലും പ്രസിദ്ധീകരണത്തിലും അഹോരാത്രം തന്റെ കഴിവ് പ്രയോജനപ്പെടുത്തി ജീവിച്ച സാറിന്റെ ശിഷ്യനായ ഫെഡറൽ ബാങ്ക് മാനേജർ അമരന്ത്ര കോലത്ത് ശ്രീ രാജവർമ്മ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമാരംഭ
ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്ത വന്ദേ ഗുരുപരമ്പര. ഗുരുബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുശ്രേഷ്ഠോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമ്മൾ പ്രത്യേകിച്ചും ജ്യോതിഷത്തിൻ്റെ ഒരു ചടങ്ങിലേക്ക് ആദ്യമായി ചെല്ലുമ്പോഴും ഓരയിലെ ഒരു സ്തുതിയുണ്ട്. മൂർത്തിത്തെ പരികൽപ്പിത ശശപുരോ ആത്മാവിനർജന്മന ആത്മാ ആത്മവിധ തദ്ജയക്ഷണം പത്താമ ജ്യോതിഷം ലോകാനാം പ്രളയോദയസ്ഥിതി അഭിജാനേകദാശ വാചന്യ സഹ്യാത്തിനെ ഗിർണാം പ്രലോക ജീവോദി. ഇന്നത്തെ ഈ ധന്യമായ ചടങ്ങിലേക്ക് നമുക്ക് ഗുരുനാഥൻ്റെ ശിഷ്യന്മാരായ അല്ലെങ്കിൽ ഗുരുനാഥൻ്റെ നാട്ടുകാർ വേണ്ടപ്പെട്ടവർ നാട്ടുകാരുമായി പലരും ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ആദ്യമായിട്ട് സ്വാഗതം പറയട്ടെ. ഈ പുസ്തകത്തിൻ്റെ രചനയിൽ ഗുരുനാഥൻ വളരെ പണ്ട് തൊട്ട് ഇതിൻ്റെ ഓരോ പാഠപുസ്തകങ്ങൾ അതിൽ കൊണ്ടുവന്ന് ഒരു 3-4 സെറ്റായിട്ടുള്ള ഒരു ഇതാക്കി വെച്ചിരുന്നു. അതിന് നമ്മൾ അത് പുസ്തകമാക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കുറേ കാലമായി നിലനിൽക്കുന്നു. ഓരോ കാരണങ്ങളെ കൊണ്ട് അത് നടക്കാൻ പറ്റിയില്ല. ഇപ്പോഴത്തെ ഈ ബാച്ചിൽപ്പെട്ട ഞങ്ങളുടെ ചിലരുടെ ശ്രമം കൂടി അതുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു പരിപൂർത്തിയിൽ എത്തിക്കാൻ പറ്റി. അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ഈ ചടങ്ങ് ഏറ്റവും ധന്യമാക്കി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടായ്മയുടെ ഒരു വിമുഖത്തിലാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഗുരുദക്ഷിണയും. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കാമെന്ന് ഏറ്റിരുന്നത് തൃപ്പൂണിത്തുറ നഗരസഭ അധ്യക്ഷ ശ്രീമതി രമാ സന്തോഷാണ്. അഭിചാരിതമായി ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് അവർക്ക് തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നതുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നതിൽ ഖേദിക്കുന്നു. എന്നാലും അവർക്ക് നമ്മളോടുള്ള ഈ താല്പര്യം പരിഗണിച്ച് നഗരസഭയുടെ ഉപാധ്യക്ഷനായ ശ്രീ KK പ്രദീപിനെ വിട്ടുവന്നതിൽ വളരെ സന്തോഷം. മാത്രവുമല്ല, അദ്ദേഹം യാതൊരുവിധ മടിയോ വിമിഷ്ടമോ തിരക്കുകളോ നോക്കാതെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കാൻ സമ്മതിച്ച് വന്നെത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ മുഖ്യ അതിഥിയായി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡോക്ടർ ശ്രീ KS രാധാകൃഷ്ണൻ. നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയായ ശ്രീ ഡോക്ടർ KS രാധാകൃഷ്ണൻ കേരളത്തിൽ എന്നല്ല ഭാരതത്തിലും വിദേശങ്ങളിലും ഒരുപോലെ പേരും ശക്തിയും നേടിയ ഒരു ബഹുമുഖ പ്രതിഭ തന്നെയാണ്. ഗുരുനാഥന്റെ ശിഷ്യ കൂടിയായ ശ്രീമതി കോമന്തി മഹാദേവന്റെ സ്നേഹമസ്നമായ അപേക്ഷ ഒന്നുകൊണ്ട് മാത്രമാണ് ഇതുപോലൊരു ചടങ്ങിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കാനിടയായത്. അതിനാൽ അത് നമുക്ക് ഏറെ സന്തോഷകരമാണെന്ന് കൂടി പറയാതെ വയ്യ. ബിരുദാനന്തര ബിരുദതലത്തിൽ 20 വർഷത്തിലേറെ അധ്യാപന പരിചയമുണ്ട്. അദ്വൈത സമ്പ്രദായം, ഗാന്ധിയൻ പഠനങ്ങൾ, തത്വശാസ്ത്രം എന്നിവയിലാണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസേഷൻ. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുൻ ചെയർമാൻ എന്ന നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. വിവിധ ജേർണലുകളിൽ ആനുകാലികങ്ങളും 12 പുസ്തകങ്ങളും 100-ലധികം ലേഖനങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. 30-ലധികം അന്താരാഷ്ട്ര പ്രഭാഷണങ്ങൾ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു. വിവിധ സർവകലാശാലകളിലും സ്ഥാപനങ്ങളിലും വിവിധ വിഷയങ്ങളിൽ 150-ലധികം പ്രഭാഷണങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിലേക്ക് മുഖ്യാതിഥിയായി സഹർഷം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ അതിയായ സന്തോഷം. സ്റ്റേജിൽ നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഇന്നത്തെ താരം, നമ്മുടെ ജ്യോതിഷ പണ്ഡിതനും നമ്മുടെയൊക്കെ ഗുരുനാഥൻ കൂടിയായ നമ്പ്യാർ സാറാണ്. സിംഗപ്പൂരിൽ ജനിച്ച് കേരളത്തിൽ പഠിച്ച് ഇന്ത്യയിൽ പലയിടത്തും സൈനിക സേവനവും തുടർന്ന് ഇരുമ്പനത്തുള്ള ട്രാക്കോ കേബിൾസ് ജോലി ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം
ജ്യോതിഷ പഠനത്തിലേക്ക് തിരിഞ്ഞത്. പരേതനായ രാമകൃഷ്ണൻ നായർ, ബ്രഹ്മശ്രീ ബി രാമകൃഷ്ണ അയ്യർ, ശ്രീ JP മേനോൻ, ശ്രീ ഹരി മേനോൻ എന്നിവർ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ പരിശ്രമത്തിനും ആഗ്രഹത്തിനും ശേഷം ജ്യോതിഷത്തെക്കുറിച്ച് നേടിയ അറിവ് അത് വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുത്തപ്പോൾ കിട്ടിയ അനുഭവങ്ങളുമൊക്കെ സമന്വയിപ്പിച്ച് രചിച്ച ഒരു ജ്യോതിഷ പഠന സഹായിയാണ് വേദാന്ത ജ്യോതിഷം എന്ന ഗ്രന്ഥം. ആ പുസ്തകമാണ് ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഈ പുസ്തകം ദീർഘകാലത്തെ അദ്ദേഹത്തിൻ്റെ പരിശ്രമഫലമായി തയ്യാറാക്കിയതാണ്. പ്രാചീന ജ്യോതിഷശാസ്ത്രത്തെയും ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയെയും കൂട്ടിയിണക്കി വിദ്യാർത്ഥികൾക്ക് ലളിതമായി മനസ്സിലാക്കാനും സാധാരണ ജനങ്ങൾക്ക് ജ്യോതിഷത്തെക്കുറിച്ച് ഒരു പുതിയ അവബോധം സൃഷ്ടിക്കാനും അത് ഉതകുന്നതാണ്. ആസ്ട്രോവിഷൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ സാധ്യതകളെ കൂടി ഇതിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കാനായി. ഇത്തരുണത്തിൽ അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകാൻ അസ്ട്രോവിഷൻ സാരഥികളായ ശ്രീ രവീന്ദ്രൻ സാറും ശ്രീ വിനോദ് ഹരിയൻ സാറും ശ്രീ അർജുനും കാണിച്ച താല്പര്യം ശ്ലാഘനീയമാണെന്ന് ഗുരുനാഥൻ എപ്പോഴും പറയാറുണ്ട്. ഔപചാരികതയുടെ പേരിൽ ധന്യമായ ഈ ചടങ്ങിലേക്ക് ഗുരുനാഥനെ സ്വാഗതപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഗുരുനാഥന്റെ പ്രഥമ ശിഷ്യനായ ശ്രീ പ്രകാശാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനും കോളമിസ്റ്റും നമ്മുടെ ഗുരുനാഥനും കൂടിയായ ശ്രീ മേനോൻ സാറാണ്, JP മേനോൻ സാറാണ്. മേനോൻ സാറിനെ സഹർഷം സ്വാഗതം ചെയ്തു. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ശ്രീ വിനോദ് ഹരിഹരൻ നായർ, ചെയർമാൻ അസ്ട്രോവിഷൻ സാറാണ്. അസ്ട്രോവിഷനുമായി നമ്പ്യാർ സാറിനുള്ളത് അഭേദ്യമായ ബന്ധമാണ്. ജ്യോതിഷ രംഗത്ത് അസ്ട്രോവിഷനുള്ള പേരും പെരുമയും ഏറെയാണ്. അതുകൊണ്ട് തന്നെ ശ്രീ വിനോദ് ഹരിഹരൻ സാറിന് മുഖ്യപ്രഭാഷണം നടത്താൻ കിട്ടിയതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ ധന്യമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഇനി ആശംസകൾ നേരാൻ വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാന്യ വ്യക്തികൾ പരിഗണിച്ചിട്ടുണ്ട്. അതിൽ ആദ്യമായി ശ്രീ PV രവീന്ദ്രൻ, ഡയറക്ടർ അസ്ട്രോവിഷൻ, നമ്പ്യാർ സാറുമായി ദീർഘകാലം ഈ രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിച്ച ശ്രീ രവീന്ദ്രൻ സാറിന് ആശംസകൾ പറയാൻ എത്തിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ ഗുരുനാഥന്റെ കൂടെ ശിഷ്യ കൂടിയായ ശ്രീമതി രൂപാരാജ്, അവർ ഇപ്പോൾ തൃപ്പൂണിത്തുറ മുനിസിപ്പൽ കൗൺസിലർ, നമ്പ്യാറിന്റെ ശിഷ്യയുമാണ്. ഈ ആശംസകൾ പറഞ്ഞ് അവർ വന്നെത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ചടങ്ങിലേക്ക് അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഗുരുനാഥന്റെ ശിഷ്യയായി വളരെ പ്രശസ്ത നിലയിൽ ജ്യോതിഷാലയം നടത്തിപ്പോരുന്ന ശ്രീമതി ആര്യ വിദ്യാനന്ദൻ, അവർ ആലപ്പുഴയിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. അവരെ ആശംസാ പ്രസംഗം നടത്താൻ വേണ്ടി ഔപചാരികതയുടെ പേരിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ വന്നെത്തിയ എല്ലാവർക്കും അവസാനം ഈ മീറ്റിംഗിന്റെ അവസാനത്തിൽ കൃതജ്ഞത അറിയിക്കാൻ ഗുരുനാഥന്റെ ശിഷ്യയും ജ്യോതിഷ രംഗത്ത് വളരെ നന്നായി പള്ളിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീമതി പ്രവീണ സഞ്ജീവ് ആ കർമ്മം സസന്തോഷം ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ശ്രീ പ്രവീണ സന്തോഷിനെ ഔപചാരികമായി സ്വാഗതം ചെയ്യും. ഏതൊരു ചടങ്ങും ധന്യമാകുന്നത്
അതിൽ പങ്കെടുക്കാൻ വന്നെത്തുന്ന സദസ്യരാണ്. പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംഘത്തിനായി വൈസ് ചെയർമാൻ ശ്രീ കെ ലതീഫ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൽ പുസ്തക പ്രകാശനം ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നു ഡോക്ടർ KS രാധാകൃഷ്ണൻ സാർ. പുസ്തകത്തിന്റെ രചയിതാവ് ശ്രീ ഗംഗാധരൻ നമ്പ്യാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരങ്ങൾ, സഹോദരന്മാരെ, സഹോദരങ്ങൾ, നമ്മളൊരല്പം സമയം വൈകിയാണ് പരിപാടി തുടങ്ങിയത്. ഞാനാണെങ്കിൽ 3:30 മണിക്ക് മുനിസിപ്പൽ ഓഫീസിൽ ചെയർപേഴ്സൺ ഇല്ലാത്തതിൻ്റെ ഭാഗമായി മറ്റൊരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. 3 മണിക്ക് മുൻപ് തന്നെ ഇവിടെ ഇരിക്കും. പക്ഷേ നമ്മൾ തുടങ്ങിയപ്പോൾ വൈകി, സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ശരിക്ക് ഒരു അധ്യക്ഷ പ്രസംഗത്തിൽ ദീർഘമായ പ്രസംഗം ഇതുപോലൊരു വേദിയിൽ നടത്താൻ പ്രാപ്തിയുള്ള ഒരാളല്ല. പലതുകൊണ്ടും ഒന്ന്, എൻ്റെ നിലപാടുകൾ ഇതിന് അനുരോധമല്ല. കാരണം ഞാനൊരു വൈരുദ്ധ്യാത്മക ഭൗതികവാദ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന കേവലമായി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ആ ചുമതല നിർവഹിക്കുക മാത്രമല്ല, എൻ്റെ വിദ്യാഭ്യാസ കാലം മുതൽ ഇതിനെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിലാണ്. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ എനിക്ക് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാട്, മനുഷ്യന്റെ ആവലതകൾക്കും ദുഃഖങ്ങൾക്കും വിഷമങ്ങൾക്കും താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ആശ്വാസം പകരുന്ന ഏത് നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് മനുഷ്യന്റെ പ്രശ്നങ്ങളുടെ ശാശ്വത പരിഹാരം. തീർച്ചയായും ഭൗതിക സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഭാഗമായി മാത്രമേ ഉണ്ടാവൂ. അതിനെക്കുറിച്ച് മാർക്സ് പോലും പറഞ്ഞിട്ടുള്ളത്, ഇത്തരം വിശ്വാസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അതൊരു താൽക്കാലികമായ ആശ്വാസം മാത്രമാണ്. അപ്പൊ നമ്മൾ വേദനയ്ക്ക് മരുന്ന് കഴിച്ചാൽ ആ മരുന്നിന്റെ സഡേഷൻ, അതിന്റെ ശക്തി മാറിക്കഴിയുമ്പോൾ വീണ്ടും വേദന അവിടെ നിൽക്കുക. ആ വേദനയെ ശമിപ്പിക്കുന്ന പ്രവൃത്തി മാത്രമാണ് പലപ്പോഴും മരുന്ന് ചെയ്യുന്നത്. അതുപോലെ ഒന്നാണ് ഇപ്പോൾ ജ്യോതിഷത്തിൽ എന്തെങ്കിലും ആ മനുഷ്യന്റെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ബാധിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് പരിഹാരം ജ്യോതിഷന്റെ അടുത്ത് വന്നാൽ അതിന് അവരുടെ നാളും ജന്മസമയവും ഒക്കെ നോക്കി, ഗ്രഹനിലയൊക്കെ നോക്കി പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട, അതിന് പറ്റുന്ന ഓരോ നാളിനും പറ്റിയ വൃക്ഷങ്ങളുണ്ട്, ഓരോ നാളിനുമുള്ള പക്ഷികളുണ്ട്, ഓരോ നാളിലുമുള്ള മൃഗങ്ങളുണ്ട്, ഓരോ നാളിലുമുള്ള പുഷ്പങ്ങളുണ്ട്, രത്നങ്ങളുണ്ട്, വൈരങ്ങളുണ്ട്, എല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള എല്ലാ അവകാശവും നമ്മുടെ രാജ്യത്ത്. ആശ്വാസം കിട്ടുന്നില്ല, പ്രശ്നമില്ല, അതെല്ലാം താൽക്കാലികമായി അതിന്റെ പ്രശ്ന പരിഹാരത്തിന് ആശ്വാസം ഉണ്ടാകട്ടെ, നമുക്ക് അതിനെ അങ്ങനെ കാണാം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു സവിശേഷത, ഇത്തരം ചില വിജ്ഞാനങ്ങൾ, അതിൽ തെറ്റുണ്ടാവാം, ശരിയുണ്ടാകാം, ചിലപ്പോൾ പലതും ഇനി മുന്നോട്ട് പറയേണ്ടവർക്ക് കൂടുതൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ഇപ്പൊ ജ്യോതിഷം തന്നെ, ഞാൻ സംസ്കൃത കോളേജിൽ നിന്നാണ് വരുന്നത്. സംസ്കൃത കോളേജിൽ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. സംസ്കൃത കോളേജിൽ നിന്നാണ്. അവിടെ ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് ജ്യോതിഷത്തിന്റെ കോഴ്സ് ആരംഭിച്ചത് ആദ്യമായി. അവിടെ ഇപ്പോൾ ഞാൻ ജ്യോതിഷം ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ, അദ്ദേഹം കണ്ണൂരുകാരാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് ഈശ്വരൻ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു, പഠിക്കേണ്ടതുണ്ട്, നമുക്ക് കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടതുണ്ട്, തള്ളിക്കളയേണ്ടത് അങ്ങനെ സമൂഹത്തിൽ മുന്നോട്ട് പോകാറുണ്ട്. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം,
ഇത്തരമുള്ള വിജ്ഞാനങ്ങളെയും മറ്റും വലിയ തോതിൽ ദുരുപയോഗം ചെയ്യുന്ന, സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ശക്തികളുടെ കൈകളിൽ ഇപ്പോ വലിയ തോതിൽ അകപ്പെട്ടു പോകുന്നുണ്ട് എന്ന കാര്യം നാം കാണാതെ പോയിക്കില്ല. ഒരുപാട് തട്ടിപ്പുകൾ, മനുഷ്യനെ പറ്റില്ല, മനുഷ്യന്റെ വേദനകളെ മുതലെടുത്ത് പണസമ്പാദനത്തിന് വേണ്ടി മാത്രം ശ്രമിക്കുന്നത്. മനുഷ്യന്റെ ഈ വേദനകളെ എങ്ങനെയാണ് ഈ വിറ്റ് കാശാട്ടങ്ങൾക്ക് കഴിയുക, ലേലം വെച്ച് വിൽക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതിനെല്ലാം ഇത്തരം ഈ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മഹത്തായ അഭിപ്രായങ്ങളുള്ളവരായിരിക്കും ഇവിടെ ഇരിക്കുന്നവർ 99% അത്തരത്തിൽ ഉള്ള ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിനിടയിൽ എങ്ങനെയാണ് ഇത്തരം ക്ഷുദ്രശക്തികൾ വളർന്നു വരുന്നത്, എങ്ങനെയാണ് ഈ വിജ്ഞാനത്തെ അങ്ങനെ ദുരുപയോഗം ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള ചിന്ത നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വിജിലൻസി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. പുതിയതായി കടന്നു വരുന്ന തലമുറയും പഴയ തലമുറയിലുള്ള ആളുകളും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പാണ്ഡിത്യമുള്ള ആളുകളും ഇത്തരം വിശ്വാസങ്ങളെയും ഇത്തരം വിജ്ഞാനങ്ങളെയും നമ്മുടെ സമൂഹത്തിൽ ദുരുപയോഗം ചെയ്യുന്ന ശക്തികൾക്കെതിരായി കർശനമായ നിലപാട് സ്വീകരിക്കാൻ കൂടി നമ്മുടെ എല്ലാ കൂട്ടായ്മകൾക്ക് കഴിയട്ടെ. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു രചയിതാവായിട്ടുള്ള ശ്രീ ഗംഗാധരൻ നമ്പ്യാർ സാർ അദ്ദേഹം ജീവിതത്തിൽ എൻ്റെ ഒരു സായാഹ്ന ഘട്ടത്തിലാണ് തീർച്ചയായും ഇതിന്റെ പഠനത്തിലേക്ക് കൊണ്ടുവന്നതാണ്. ഞാൻ മനസ്സിലാക്കിലെ ജീവനക്കാരനായിരുന്നു. അവിടെ റിട്ടയർഡായതിനു ശേഷം ഈ രംഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിനിടയിൽ ഇത്തരത്തിൽ തന്റെ തന്നെ അനുഭവസമ്പത്തുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുസ്തകം തയ്യാറാക്കി തന്റെ ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ അത് പ്രകാശനം ചെയ്യാൻ കഴിയുന്നത് ഒരു ഗുരുനാഥനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആത്മാനുഭൂതിയുടെ സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ എല്ലാവിധ ആശംസകളും ശ്രീ ഗംഗാധരൻ നമ്പ്യാർ സാറിന് നേരുന്നു. ഈ വിജ്ഞാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ദീർഘകാലം അദ്ദേഹത്തിന്റെ സംഭാവന നമ്മുടെ സമൂഹത്തിൽ ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഞാൻ രാധാകൃഷ്ണൻ സാർ ഇങ്ങോട്ട് പറഞ്ഞതാണ്, സാറ് പുസ്തകം പ്രകാശനം ചെയ്തിട്ട് വൈശ്രമം വഹിക്കുന്ന സമയം വെച്ച് വഹിക്കുന്നു. അപ്പോൾ ആ സൗകര്യം ഞാൻ വിനിയോഗിക്കാൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല, സാർ ഇങ്ങോട്ട് എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കി പറഞ്ഞതാണ്. സാറിൻ്റെ ആ നല്ല മനസ്സിൽ കൂടി നല്ല രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പുസ്തക പ്രകാശനത്തിനായി നമ്മുടെ ക്ഷണം ചെയ്തിട്ട് ശ്രീ ശങ്കരാചാര്യ സർവകലാശാല ചാൻസലറും കേരള സർവകലാശാല ചാൻസലറും കേരള പബ്ലിക് സർവീസ് കമ്മീഷനും ചെയർമാനും അതിലുപരി സാഹിത്യകാരനും വാഗ്മിയുമായ ശ്രീ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ സാറിനെ ആദ്യമായി ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ ബഹുമാനായ അധ്യക്ഷൻ, നമ്മുടെ തൃപ്പൂണിത്തുറ നഗരസഭയുടെ വൈസ് ചെയർമാൻ കൂടിയായ ശ്രീ കെ പ്രദീപ്, ഈ ഗ്രന്ഥം രചിച്ച ശ്രീ പി ഗംഗാധരൻ നമ്പ്യാർ, സ്വാഗതം സംസാരിച്ച ശ്രീ കെ രാജവർമ്മ, ശ്രീ പി പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ പി പ്രകാശൻ, പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന ശ്രീ ജെ.പി. മേനോൻ, മുഖ്യ പ്രഭാഷകനായ വിനോദ് ഹരിഹരൻ നായർ, ശ്രീ പി.വി. രവീന്ദ്രൻ, ശ്രീമതി രൂപ രാജു, ശ്രീമതി ഗീത സച്ചിദാനന്ദൻ, ശ്രീമതി ആര്യ വിദ്യാനന്ദൻ, ശ്രീമതി പ്രവീണ സഞ്ജീവ്, ഇവിടെ ഈശ്വര പ്രാർത്ഥന നിർവഹിച്ച ബഹുമാന്യായ ഗോമതി മഹാദേവൻ, ഈ സദസ്സിലും വേദിയിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ സുഹൃത്തുക്കളെ, വേദാന്ത ജ്യോതിഷം എന്ന ഈ ഗ്രന്ഥം നിങ്ങളുടെ എല്ലാവരുടെയും അറിവും സമ്മതവും അനുഗ്രഹത്തോടും കൂടി
പ്രകാശനം ചെയ്തതായി ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഞാൻ ഇതിൽ വരാൻ കാരണം ഗോമതി ചേച്ചിയുടെ അപേക്ഷ എന്നുള്ളത് തിരുത്തണ ആജ്ഞ സ്വീകരിച്ചിട്ടാണ്. എന്നോട് ആജ്ഞാപിക്കാൻ അവകാശമുള്ള ഒരാളാണ്. ചേച്ചിയെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ ഒന്നും പറഞ്ഞില്ല. എനിക്ക് തിരക്കുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പറഞ്ഞില്ല. ഞാൻ എത്തിക്കോളാം, 3 മണിക്ക് തന്നെ വന്നോളാം, അതിനുശേഷം ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ്, അപ്പോൾ പുസ്തകം എനിക്ക് നേരത്തെ എത്തിക്കണം എന്ന് പറഞ്ഞിരുന്നു. ചേച്ചി അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ചെയ്തെങ്കിലും ഇന്ന് 12 മണിക്കാണ് എനിക്ക് പുസ്തകം കിട്ടിയത് എന്നുള്ള കാര്യം ഞാൻ അറിയിക്കട്ടെ. കാരണം തരാൻ ഏൽപ്പിച്ചിരുന്ന ഒരാൾ പുസ്തകമല്ലേ എപ്പോഴെങ്കിലുമൊക്കെ കൊടുത്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് അത് അവിടെ തൂക്കിട്ട് വെച്ചു. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, പുസ്തകമല്ലേ, ഇതിപ്പോ സാറ് ഒരുപാട് പുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇപ്പൊ കിട്ടിയില്ലെങ്കിലും സാറിന് വായിക്കാൻ വേറെ പുസ്തകം ഉണ്ടല്ലോ എന്നൊരു ന്യായവും അദ്ദേഹം കണ്ടെത്തി. ന്യായമാണ്, ശരിയാണ്, വേറെ പുസ്തകം വായിച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നത് പ്രകാശിപ്പിക്കേണ്ട പുസ്തകമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം അത് ശ്രദ്ധിച്ചത്. അദ്ദേഹത്തിന്റെ കുഴപ്പമില്ല, അദ്ദേഹത്തിന് ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലായില്ല, അത്രയേ ഉള്ളൂ. എന്തായാലും പുസ്തകം എനിക്ക് കിട്ടി. ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ കുറേ ഭാഗങ്ങൾ വായിച്ച്, 160 പേജ് മാത്രമുള്ള ചെറിയ പുസ്തകമാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് ആദ്യം ബോധ്യപ്പെട്ട കാര്യം, ഒരു അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന പുസ്തകമാണ് എന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അന്ന് അധ്യാപകൻ ഒരു കാര്യം എഴുതുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇത് മനസ്സിലാക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എഴുതാറുള്ളത്. അതാണ് അധ്യാപകൻ, ഇങ്ങനെ ആയിരിക്കണം അധ്യാപകൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം പറയുന്ന കാര്യം കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളല്ല. അപ്പൊ അവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ അത് എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ച കാര്യം, ജ്യോതിഷത്തിന്റെ അടിസ്ഥാന സങ്കല്പങ്ങൾ മുഴുവനും സുവ്യക്തമായി നിർവചിച്ച് ഉറപ്പിച്ച് വിശദമാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാൾക്ക് ആ ടേംസ് മുഴുവനും, ആ സംജ്ഞകൾ മുഴുവനും അതിന്റെ അർത്ഥവ്യാപ്തിയോട് കൂടി മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എഴുതിയിരിക്കുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി എന്ന് പറയുന്നത് വളരെ സുതാര്യമായ ഭാഷയിൽ ലളിതമായി സുവ്യക്തമായി എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വായിക്കുമ്പോൾ ബോധ്യമാകുന്ന ഒരു കാര്യം, ഈ സബ്ജക്റ്റ് ഈ ഗ്രന്ഥകാരന് നന്നായിട്ട് അറിയാം എന്നുള്ളത് തന്നെയാണ്. അത്രയൊക്കെ നന്നായിട്ട് അറിഞ്ഞില്ല എങ്കിൽ ഇത്രയും വ്യക്തമായി ഈ വിഷയം എഴുതാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് വളരെ ഉപയോഗപ്രദമാണ് എന്ന് മാത്രമല്ല, ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഒരു റെഡി റെക്കണറായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പെട്ടെന്നൊരു സംശയം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നോക്കി എടുക്കത്തക്ക വിധത്തിൽ ഇത് ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ജ്യോതിഷം പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഇത്തരം ഒരു പുസ്തകം എഴുതിയതിന് ഞാൻ ശ്രീ ഗംഗാധരൻ നമ്പ്യാരെ ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അഭിനന്ദിക്കട്ടെ. ഇത്രയും കഴിഞ്ഞാൽ വേണമെങ്കിൽ എനിക്കിത് നിർത്താവുന്നതാണ്. പക്ഷെ അങ്ങനെ നിർത്തി പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അടുത്ത ഭാഗം പറയാൻ പോകുന്നത്. പുസ്തകത്തെ കുറിച്ചുകൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് എനിക്ക് തോന്നിയ കാര്യം ഈ പുസ്തകത്തെ കുറിച്ച്. പക്ഷെ ജ്യോതിഷം എന്നുള്ളതിന് ഇപ്പൊ വേദത്തിന്റെ ഭാഗം തന്നെയാണ്, അതിലൊരു സംശയമില്ല. നമ്മുടെ ആർഷ പാരമ്പര്യത്തിന്റെ അവിഭാജ്യ ഘടകമായി വികസിച്ചു വന്നതാണ്. പക്ഷെ പല ഭാഗങ്ങളിലും നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് സംശയങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. ഇതാണെങ്കിൽ ഒരു കാര്യമുള്ളത്, എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവജ്ഞൻ ആയിരിക്കണം എന്നൊരു വാക്ക് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ജ്യോതിഷം പറയുന്ന ഒരു വ്യക്തി, അതിനെ ഗണിക്കുന്ന ഒരാള് ദൈവജ്ഞൻ ആയിരിക്കണം. ഈ ദൈവജ്ഞന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഷ്ടവും പാടില്ല, അനിഷ്ടവും പാടില്ല. ഇഷ്ട അനിഷ്ട വിമുക്തനായി നിന്നുകൊണ്ട് താൻ കണ്ട കാര്യം കാണുന്ന രീതിയിലേ പറയാൻ പാടുള്ളൂ. ആഗ്രഹിക്കുന്ന രീതി പറഞ്ഞു കൊടുക്കരുത്. കണ്ട കാര്യം കാണുന്ന രീതി. ഇപ്പൊ ഇതില് ഞാൻ ഇതിന്റെ ആദ്യ ഭാഗം നോക്കിയപ്പോ ഇപ്പൊ ശ്രീ നമ്പ്യാരടക്കം എല്ലാവരും തന്നെ ശാസ്ത്രജ്ഞരാണ് എന്നുള്ളതാണ് അതിനകത്ത് ഞാൻ സവിശേഷമായി ശ്രദ്ധിച്ചൊരു കാര്യം.
വെസ്റ്റേൺ സയൻസിൽ അവർക്ക് വലിയ പാണ്ഡിത്യമുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും എഞ്ചിനീയേഴ്സാണ് പലരും. അത് അദ്ദേഹം തന്നെ ഇലക്ട്രോണിക് എഞ്ചിനീയറായിരുന്നു. മറ്റു പലരും എഞ്ചിനീയറിംഗ് പഠിച്ച് അതിൽ പ്രയോഗിച്ചിട്ടുള്ളവരും അത് പരിശീലിച്ചിട്ടുള്ളവരും ഒക്കെയാണ്. അപ്പൊ അവര് പഠിക്കുന്ന ഒരു ശാസ്ത്രത്തിന്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും ഒരു നിശ്ചിത അനുപാതത്തിൽ കൂട്ടിച്ചേർത്താൽ വെള്ളം കിട്ടുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഓരോ കുട്ടിയും ലാബിൽ പോയി ഈ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം കൃത്യമായി എടുത്ത് അത് സംയോജിപ്പിച്ച് വെള്ളം കിട്ടി എന്ന് ഉറപ്പാക്കുന്നുണ്ട്. ഇത് വേസ്റ്റ് അല്ലേ എന്ന് തോന്നാം. അല്ല, വെസ്റ്റേൺ സയൻസിന്റെ ഒരു പ്രത്യേകത, ആരെന്ത് പറഞ്ഞാലും അത് നിങ്ങൾക്ക് കൂടി ബോധ്യമാകണം, നിങ്ങളുടെ അനുഭവത്തിൽ കൂടി അത് ബോധ്യമാകണം. അപ്പോഴേ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും H2O എന്ന് പറഞ്ഞാൽ വെള്ളം തന്നെയാണ്. 2% ഹൈഡ്രജനും 1% ഒരു ഭാഗം ഓക്സിജനും കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് തീ കത്തിയിട്ട് നമുക്ക് അതിൽ നിന്ന് വെള്ളം കിട്ടും എന്നുള്ള കാര്യം 8ാം ക്ലാസ്സിലെ ഞങ്ങൾ ഇത് പരീക്ഷണശാലയിൽ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു സംശയമാണ്. സാർ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, പിന്നെ നമ്മളിനി വീണ്ടും ഇതൊക്കെ തന്നെ ചെയ്യണോ എന്ന്. ഇതെല്ലാം ആദേശം ചെയ്ത് ഇതൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് അതിനെ യോജിപ്പിച്ച് ഞങ്ങളെ അത് പഠിപ്പിച്ച ജോർജ് സാർ അതൊക്കെ പറഞ്ഞു തന്നതും പഠിപ്പിച്ചു തന്നതും എന്ന് പറഞ്ഞത് സയൻസിന്റെ ഒരു രീതിയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ആ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ അനുഭവത്തിൽ കൂടി ബോധ്യപ്പെട്ടിരിക്കണം എന്നുള്ളതാണ്. ജ്യോതിഷത്തിൽ പലപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യം, എന്ന് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ആണ് പലരും പറഞ്ഞിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരു രീതി കാണാറുണ്ട്. അത് നല്ലതല്ല. ഗുരുനാഥൻ പറഞ്ഞു എന്നുള്ളത് ഗുരുനാഥന്റെ ബോധ്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ബോധ്യമുണ്ടോ എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. മാനസാഗരനെ വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, മാനസാഗരൻ പറഞ്ഞു പോകുമ്പോൾ ആചാര്യന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്റെ അനുഭവത്തിൽ അതിന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഗവേഷണം. എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഭൂമി ഇത് സ്പേസ് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന സാധനം അതിന് ഇന്നതാണ്, അത് അബ്സല്യൂട്ട് സ്പേസ് ആണ്. അബ്സല്യൂട്ട് സ്പേസ് ഉണ്ട്, അബ്സല്യൂട്ട് മൊമെന്റം ഉണ്ട്, അബ്സല്യൂട്ട് ഇന്റർവെൽ ഉണ്ട്. ഇതൊരു എംപ്റ്റി ക്യാവിറ്റിയാണ് സ്പേസ് എന്ന് പറയുന്നത്. ഒരു ഇന്റേണൽ ഫ്ലോ ഉണ്ട്, അതാണ് ടൈം എന്നൊക്കെ പറയുന്ന കാര്യം ന്യൂട്ടൺ പറഞ്ഞ എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ കാരണം എന്താ വെച്ചാൽ ന്യൂട്ടൺ പറഞ്ഞതാണെന്നത് തന്നെയാണ്. അപ്പോഴാണ് 2 ശാസ്ത്രജ്ഞര് ഇതിന്റെ ഈതറിന്റെ വെലോസിറ്റി അറിയുന്നതിന് വേണ്ടി ഒരു പരീക്ഷണം നടത്തി. 2 ചെറുപ്പക്കാരാണ്, 26 വയസ്സും 27 വയസ്സും പ്രായമുള്ള 2 ചെറുപ്പക്കാര്, 2 ചെറുപ്പക്കാര്, മൈക്കിൾസൺ മോർലി. അവര് വളരെ ലളിതമായ ഒരു പരീക്ഷണം നടത്തിയത് എന്താണെന്ന് വെച്ചാല്, ഈ ഭൂമി ഈതറിൽ മുങ്ങിക്കിടക്കണമെന്നാണ് ന്യൂട്ടൺ പറഞ്ഞത്. ഈതറിൽ മുങ്ങിക്കിടക്കണം, ഈതർ നമുക്ക് കാണാൻ പറ്റുന്ന പക്ഷെ ഉണ്ടെന്ന് ന്യൂട്ടൺ പറഞ്ഞു. ദൈവത്തിന്റെ സാന്നിധ്യം പോലെ കാണാൻ പറ്റുന്ന പക്ഷെ ഉണ്ട്. കാര്യം ഉണ്ടായെന്നുണ്ടെങ്കിൽ ഈതറിൽ ഭൂമി മുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, ഭൂമി കറങ്ങുന്നുണ്ടെങ്കിൽ ആ ഭൂമിക്ക് ചുറ്റും ഒരു ഈതർ വിൻഡ് രൂപപ്പെടും, ഈതർ വെയിൽ. അപ്പൊ ഒന്ന് അനുകൂലമായിട്ടും ഒന്ന് എതിരായിട്ടും ആയിരിക്കും. അപ്പൊ ഈ ഈതർ വേവിലൂടെ അല്ലെങ്കിൽ വിൻഡിലൂടെ പ്രകാശരശ്മികൾ കടന്നു വരുമ്പോൾ അതിന്റെ പ്രവേഗത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിരിക്കണം എന്ന വിശ്വാസത്തോടു കൂടി ഇവരിത് നടത്തി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് യാതൊരു മാറ്റവും കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ 2 പേരും കൂടി അവർ കണ്ട അവരുടെ കാര്യം അനൽസ് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്ന ഒരു മാഗസിനിൽ എഴുതി, മാഗസിനല്ല ജേർണലിൽ എഴുതി, ഞങ്ങൾ ഇങ്ങനൊരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണം നടത്തിയിട്ട് ഞങ്ങൾക്ക് ഈതറിന്റെ വെലോസിറ്റി അറിയാൻ കഴിഞ്ഞില്ല. കാരണം പ്രകാശം കടന്നു പോകുമ്പോൾ ആ പ്രകാശത്തിന്റെ പ്രവേഗത്തിന്, വെലോസിറ്റിക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞെഴുതി.